സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് ആളെത്താതിരുന്നതോടെ പാഴായത് 250 കോടി രൂപയുടെ ആഹാരം. പ്രഭാത ഭക്ഷണം മുതൽ അത്താഴം വരെ തയ്യാറാക്കിയ ഭക്ഷണത്തിലധികവും പമ്പയിലെ മാലിന്യ പ്ലാന്റിൽ തള്ളുകയായിരുന്നു. ജനം ബ്രേക്കിംഗ്. 4000 പേർക്ക് തയ്യാറാക്കിയ പ്രഭാത ഭക്ഷണം, 5500 പേർക്ക് തയ്യാറാക്കിയ ഉച്ചഭക്ഷണം, 3000 പേർക്ക് തയ്യാറാക്കിയ അത്താഴം, ഒടുവിലെല്ലാം മാലിന്യ പ്ലാന്റിലേക്ക്. 1/2 കോടിയോളം രൂപയുടെ ഭക്ഷണമാണ് ആരും കഴിക്കാതെ കുപ്പയിൽ തള്ളേണ്ടി വന്നത്. അമ്പയെ പരാജയപ്പെട്ട ആഗോള സംഗമത്തിന്റെ മറ്റൊരു നേർചിത്രം. ഉദ്ഘാടന സഭയിൽ തന്നെ ആള് കുറഞ്ഞതോടെ ഉച്ചഭക്ഷണത്തിന് അരി കുറച്ചിട്ടാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും 5500 പേർക്കുള്ള കറികൾ തയ്യാറായി കഴിഞ്ഞു. 30 ലക്ഷം രൂപയുടെ ഉച്ചഭക്ഷണം പാഴായതായാണ് വിവരം. പ്രഭാത ഭക്ഷണത്തിന്റെ മാവടക്കം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതര സംസ്ഥാനത്തു നിന്നെത്തുന്നവർക്ക് പ്രത്യേക ഭക്ഷണമായിരുന്നു ക്രമീകരിച്ചിരുന്നത്. ഇത് മുഴുവൻ പാഴായി. 3000 പേരെ പ്രതീക്ഷിച്ച് തയ്യാറാക്കിയ അത്താഴം കഴിച്ചത് 100-ൽ താഴെ ആളുകൾ മാത്രം. പഴയിടം മോഹനൻ നമ്പൂതിരിയായിരുന്നു ഭക്ഷണം തയ്യാറാക്കാൻ നിയോഗിച്ചിരുന്നത്. പ്രതീക്ഷിച്ചതിന്റെ 1/3 ആളുകൾ പോലും പരിപാടിക്കെത്തിയില്ല. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അത്യാഡംബരവും ധൂർത്തുമാണ് വലിയ അളവിൽ ഭക്ഷണം കുഴിവെട്ടി മൂടേണ്ട അവസ്ഥയുണ്ടാക്കിയത്. ജനം, പത്തനംതിട്ട.